ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൂക്കുപാലത്തിൻ്റെ നാടായ പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് കുടുംബത്തോടൊപ്പമുള്ളൊരു യാത്രയാണിത്. കൊല്ലം പട്ടണത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും ബന്ധിപ്പിക്കുന്ന കൊല്ലം ചെങ്കോട്ട റെയിൽപാത കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽപാതകളിലൊന്നാണ്. പുനലൂരിനും ആര്യങ്കാവിനും ഇടയിൽ മല തുരന്ന് ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളാണുള്ളത്. നമ്മളീ കാണുന്നത് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ച കടിതുരുട്ടിലെ 108 വർഷം പഴക്കമുള്ള പാലമാണ് 13 കണ്ടത പാലം. കിലോമീറ്റർ നീളമുള്ള ഈ പാത കൊല്ലത്തെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആസ്വദിച്ച ശേഷം ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. 3:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് കുറ്റാലം കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറ്റാലത്തേക്ക് പോയി. ഇവിടെ നിന്ന് ശരിക്കും 9 കിലോമീറ്ററാണ് കുറ്റാലത്തേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ കുറ്റാലത്തെത്തി. വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇവിടെ. പോകുന്ന വഴിയിൽ 2 സൈഡിലായിട്ടും ധാരാളം കടകളുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുറ്റാലം. സമുദ്രനിരപ്പിൽ നിന്നും 520 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും നേരെ സന്ധ്യയായി തുടങ്ങി. ഇതിനടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. എങ്കിലും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക്. അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ പാർക്ക്? എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വൈബാണല്ലേ ഇവിടെ വരുമ്പോഴത്തേന്. ഫാമിലി ആയിട്ട് നമുക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ അതെ, കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് റൈഡുകളൊക്കെ ഉള്ളൊരു പാർക്കാണ്. മോളോട് ചോദിച്ചാലോ എങ്ങനെ ഉണ്ടായിരുന്നു? മോനെ പൊളിയായിരുന്നു. എല്ലാവരും പോകണം. ഇത് നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ, ചിൽഡ്രൻസിനും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. എനിക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നു മക്കളെ എല്ലാവരും വരണം. സൂപ്പറാണ് കേട്ടോ. പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. രാത്രിയിൽ ഇവിടുത്തെ കടകളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചു പോകുന്ന പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ.
ഞങ്ങൾ ചായ എല്ലാം കുടിച്ചു. തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഓട്ടോ വിളിച്ച് തിരുമല കോവിൽ കാണാനായിട്ട് പോയി. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണിത്. കുറ്റാലത്ത് നിന്നും തിരുമല കോവിലിലേക്ക് ഏകദേശം 19 കിലോമീറ്ററാണുള്ളത്. അല്ലു അർജുൻ നായകനായ പുഷ്പ എന്ന സിനിമയിലെ ശ്രീവല്ലി എന്ന ഗാനം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ്. ഒരു ചെറിയ ഫീസ് നൽകിയാൽ കാറിനും ബസ്സിനും ബൈക്കിനും ഒക്കെ മുകളിലേക്ക് പോവാം. ഞങ്ങൾ വന്നത് ഓട്ടോയിലാണ്. എന്താണെന്ന് അറിയത്തില്ല, ഓട്ടോ മുകളിലേക്ക് കയറ്റി വിടത്തില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 പേരുണ്ടെങ്കിൽ മാത്രമേ ബസ് മുകളിലേക്ക് പോവുകയുള്ളൂ. ഒരാൾക്ക് 10 രൂപയാണ് ഫീസ് അവർ ഈടാക്കുന്നത്. ഞങ്ങൾ 6 പേരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നോളം വരെ ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. കുറേ സമയത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഫാമിലിയെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവരോടൊത്ത് ബസ്സിൽ കയറി നേരെ മുകളിലേക്ക് പോയി. തെങ്കാശി താലൂക്കിലെ പൺപൊടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ചുറ്റും കുറേ തെങ്ങിൻ തോപ്പുകളും ചെറിയ ഗ്രാമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയുടെ മുകളിൽ നിന്നും കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഉലകനായകൻ കമലഹാസൻ നായകനായ 1986 പുറത്തിറങ്ങിയ പുന്നൈകൈ മന്നൻ എന്ന ചിത്രത്തിലെ രേവതി നൃത്തം ചെയ്യുന്ന കവിതയെ കേളുങ്കൾ എന്ന ഗാനം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഈ
ഇവിടെ ഇപ്പോൾ റീൽസ് എടുക്കാനുള്ള പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ താഴ്വാരത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഈ താഴ്വാരത്തിനടുത്ത് തന്നെയാണ് പുഷ്പ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ പിന്നെ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. പുഷ്പ സിനിമയിലെ ശ്രീവല്ലി എന്ന ഗാനം ചിത്രീകരിച്ച പാറയാണിത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും KSRTCയിലാണ് നമ്മൾ പുനലൂരേക്ക് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എൻ്റെ KSRTC ആപ്പ് വഴിയാണ്. തെങ്കാശിയിൽ നിന്ന് പുനലൂരിലേക്ക് ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുനലൂരെത്തി. കുടുംബത്തോടൊപ്പമുള്ള ഒരു കിടിലൻ യാത്രയായിരുന്നു ഇത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.